ആനയും അമ്പലവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ക്ഷേത്ര പരിചയം എപ്പിസോഡിലെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഒരുപാട് ആഗ്രഹിച്ച ഒരു ക്ഷേത്രമുറ്റത്താണ് ഞങ്ങൾ ഇന്ന് നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് വരണം എന്നുള്ളത് ഞങ്ങളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. ഇന്നാണ് ഭഗവാൻ അനുഗ്രഹിച്ച് അത് സാധിച്ചിട്ടുള്ളത്. ഇന്ന് ആനയും അമ്പലവും ടീം നിൽക്കുന്നത് തെക്കൻ കേരളത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രമായിട്ടുള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അമ്പലപ്പുഴ കണ്ണൻ്റെ ഈ തിരുമുമ്പിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഈ ഒരു അമ്പലപ്പുഴ കണ്ണൻ്റെ കഥകളിലേക്ക്, അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒപ്പം ഗുരുവായൂരപ്പൻ്റെ ഈ അമ്പലപ്പുഴയിലെ കഥകൾ കേട്ട് ഈ ഒരു വീഡിയോ ആരംഭിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഞാനിവിടെ പറഞ്ഞു, പാർത്ഥസാരഥി ആയിട്ടുള്ള ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഈ ക്ഷേത്രത്തിന് പുറകിലുള്ള ഐതിഹ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് വില്ലുമംഗലം സ്വാമിയാരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കഥയാണ്. ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാരും ചെമ്പകശ്ശേരി, അതായത് അമ്പലപ്പുഴയുടെ മറ്റൊരു പേരാണ് ചെമ്പകശ്ശേരി, ചെമ്പകശ്ശേരി രാജാവൂടെ നമ്മൾ നദിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു, തോണിയിലേക്ക്. ആ തോണിയിൽ സഞ്ചരിക്കുമ്പോൾ എവിടെ നിന്നോ ദൂര ദിക്കിൽ നിന്ന് ഒരു ഓടക്കുഴൽ നാദം ഒഴുകി വരുന്നതായി സ്വാമിയാരും രാജാവും കേട്ടു. അപ്പോൾ സ്വാമിയാർ രാജാവിനോട് പറഞ്ഞതനുസരിച്ചിട്ടാണ് ആ നാദം കേട്ട സ്ഥലത്ത് ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തി ആ അമ്പലപ്പുഴ ക്ഷേത്രം അങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചെമ്പകശ്ശേരി രാജാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, അദ്ദേഹത്തിൻ്റെ പരദേവതയായി കൂടി കരുതുന്ന ഈശ്വരനാണ് ഇവിടെയുള്ള പാർത്ഥസാരഥി ഭഗവാൻ. അപ്പം അങ്ങനെയാണ് ഈ പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ലോക പ്രശസ്തമായിട്ടുള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ ഉണ്ടായത് എന്നാണ് ചരിത്രം പറയുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉപദേവന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ഷേത്രത്തിന് ഉള്ളിലായിട്ട് ഭഗവതി, ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുണ്ട്. ഒപ്പം പുറത്ത് അയ്യപ്പസ്വാമി, ശിവൻ, ഗണപതി, നാഗദൈവങ്ങൾ എന്നിവയുടെ പ്രതിഷ്ഠയും നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ക്ഷേത്രത്തിന് സ്വന്തമായിട്ട് ഒരു ഗോശാല കൂടിയുണ്ട്. ഭഗവാൻ ഗുരുവായൂരപ്പന് പശുക്കൾ വളരെ ഇഷ്ടമുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലൊരു ഗോശാല കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗുരുവായൂർ നടയുടെ മുമ്പിലാണ്. എങ്ങനെയാണ് ഈ ഗുരുവായൂർ നട എന്നൊരു പേര് ഈ ക്ഷേത്രത്തിനകത്ത് വന്നത്? ഗുരുവായൂരുള്ളത് തൃശ്ശൂരാണ്, അമ്പലപ്പുഴ ഉള്ളത് ആലപ്പുഴയാണ്. പക്ഷെ എങ്ങനെയാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത്? അതിന് പുറകിൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കഥയുണ്ട്. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ടിപ്പു ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു എന്ന ഭയത്തോടുകൂടി ക്ഷേത്രം തന്ത്രിയായിട്ടുള്ള മല്ലിശ്ശേരി നമ്പൂതിരിയും ക്ഷേത്രം കീഴ്ശാന്തിക്കാരും ഒപ്പം ചില കഴകക്കാരും ചേർന്ന് ഗുരുവായൂരിൽ നിന്ന് അമ്പലപ്പുഴയിലേക്ക്, ചെമ്പകശ്ശേരിയിലേക്ക് ആ വിഗ്രഹം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ആ വിഗ്രഹം ഇവിടെ ചെമ്പകശ്ശേരിയിലുള്ള പ്രത്യേകിച്ചൊരു ക്ഷേത്ര സമുച്ചയം പോലെ കെട്ടിയുണ്ടാക്കി, പ്രത്യേകിച്ചൊരു മണിക്കിണറുണ്ടാക്കി, പ്രത്യേകിച്ചൊരു ഇടനാഴി ഉണ്ടാക്കി, ആ ഇടനാഴിക്കകത്തുള്ള ഒരു മുറിയിൽ ആ വിഗ്രഹം സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. ആ മുറിയിൽ വിഗ്രഹം സൂക്ഷിച്ച ആ ഭാഗമാണ് ഗുരുവായൂർ നട എന്ന പേരിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അറിയപ്പെടുന്നത്. ടിപ്പുവിൻ്റെ പതനത്തിന് ശേഷമാണ് പിന്നീട് അമ്പലപ്പുഴയിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം തിരിച്ച് ഗുരുവായൂരിലേക്ക് കൊണ്ടുപോകുന്നത്. അന്നു മുതൽ ഇവിടെ ഇപ്പോഴും ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജകൾക്ക് പുറമെ ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹം, ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ആരാധന നടത്തുന്നുണ്ട്, വിളക്ക് വെപ്പുണ്ട്. ഒപ്പം ഈ നട ഗുരുവായൂർ നട എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്.
അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തുലാഭാരം വഴിപാട്. ഈ തുലാഭാരം വഴിപാട് നമുക്ക് പഴം കൊണ്ടോ പഞ്ചസാര കൊണ്ടോ നാളികേരം കൊണ്ടോ അരി കൊണ്ടോ ഒക്കെ ഭഗവാന്റെ മുമ്പിൽ തുലാഭാരം നടത്താവുന്നതാണ്. ഈ തുലാഭാരത്തിന് മുമ്പിൽ ഒരു രസകരമായിട്ടുള്ള കഥ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് ഭഗവാൻ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണനും സത്യഭാമയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ശ്രീകൃഷ്ണൻ്റെ പത്നിയായിട്ടുള്ള സത്യഭാമയ്ക്ക് രുക്മിണിയോട് കൃഷ്ണന് കുറച്ച് അടുപ്പം കൂടുതലാണ് എന്നൊരു പരിഭവം ഉണ്ടായിരുന്നു. അത് മാറ്റുന്നതിനായി സത്യഭാമ ഒരു വ്രതം നോൽക്കുകയും ആ വ്രതത്തിൻ്റെ അവസാനം നാരദ മുനിക്ക് ഭഗവാൻ കൃഷ്ണനെ ദാനമായി നൽകുകയും അവസാനം കൃഷ്ണൻ്റെ ഭാരത്തിനനുസരിച്ചിട്ടുള്ള സ്വർണം കൊണ്ട് തുലാഭാരം നടത്തി കൃഷ്ണനെ തിരിച്ചെടുക്കാനും സത്യഭാമ തീരുമാനിച്ചു. അതായത് അത്രയധികം കൃഷ്ണൻ സത്യഭാമയ്ക്ക് പ്രിയപ്പെട്ട ഒരാളാണ് എന്ന് ഭഗവാനെ ബോധ്യപ്പെടുത്താനായിരുന്നു സത്യഭാമ ചെയ്തത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം സത്യഭാമയുടെ മുഴുവൻ സ്വർണവും കൊണ്ടുവന്ന് വെച്ചിട്ടും ഭഗവാൻ ഇരിക്കുന്ന തട്ട് മുകളിലേക്ക് പൊന്തിയില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിനകത്ത് നമുക്ക് തുലാഭാരം നടത്തുന്നുണ്ടെങ്കിൽ രുക്മിണി ദേവി അവസാനം കൊണ്ടുവന്ന് വെച്ച 3 തുളസിയിലയുടെ ഭാരം കൊണ്ടാണ് അത്രേ ഭഗവാന്റെ തട്ട് മുകളിലേക്ക് പൊന്തിയത്. അന്ന് മുതലാണ് എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും തുലാഭാരം വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായി നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും തുലാഭാരം വഴിപാട് ഏറെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ എന്നാണ് നമ്മളെപ്പോഴും വിളിക്കാറുള്ളത്. അമ്പലപ്പുഴ പക്ഷേ ഉള്ളത് പാർത്ഥസാരഥിയാണ്. ഞാൻ പറഞ്ഞു, ഈ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അമ്പലപ്പുഴയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വഴിപാടെന്ന് പറയുന്നത് അമ്പലപ്പുഴ പാൽപ്പായസമാണ്. അമ്പലപ്പുഴ പാൽപ്പായസം ഭഗവാന് ഉച്ചപൂജയ്ക്കാണ് നിവേദിക്കുന്നത്. ആ അമ്പലപ്പുഴ പാൽപ്പായസത്തിനെ കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ആ പായസമുണ്ട് ബാക്കി ഭഗവാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതായത് തൃക്കൈ വെണ്ണ, ത്രിമധുരം, പഴം, അതുപോലെ തന്നെ പഞ്ചസാര, അങ്ങനെ ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെട്ട ഏതൊരു വഴിപാടും നിങ്ങൾക്ക് ഇവിടെ സമർപ്പിക്കാവുന്നതാണ്. ഒപ്പം മാലകൾ കിട്ടി നിങ്ങൾക്ക് ഭഗവാന് കൊടുക്കാം, തുളസിയും തെച്ചിയൊക്കെ വെച്ച്. അങ്ങനെയൊക്കെ ഒരുപാട് ഭക്തർ ഇവിടെ വഴിപാടുകൾ സമർപ്പിക്കുന്നുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം വരുന്നത് മീനമാസത്തിലാണ്. മീനമാസത്തിലെ തിരുവോണം ആറാട്ടായി വരുന്ന 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ഉള്ളത്. അതിൽ 9ാമത്തെ ദിവസമാണ് വളരെ പ്രശസ്തമായിട്ടുള്ള, ഇവിടെ ഏറ്റവും കൂടുതൽ ആഘോഷത്തോടു കൂടി പെരുമാറുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവ ഘടന കളഭം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 10 കളഭങ്ങളാണ് ഭഗവാനുള്ളത്. ആനയും അമ്പലവും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു ക്ഷേത്ര പരിചയം എപ്പിസോഡ് കൂടി ഇവിടെ സമാപിക്കുകയാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എത്തിക്കുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങളോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.